ഹായ് എവരിവൺ, എല്ലാവർക്കും ബംഗാളി ക്ലാസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ലേൺ ബംഗാളി ഫ്രം എ മലയാളി എന്ന വീഡിയോ സീരീസിന്റെ മൂന്നാമതൊരു ഭാഗമാണിത്. അപ്പം ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ, പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഞാൻ, നീ, നിങ്ങൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇത്, ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലേൺ ബംഗാളി ത്രൂ മലയാളം എന്ന് നിങ്ങൾ യൂട്യൂബ് സെർച്ചിൽ ചുമ്മാ സെർച്ച് ചെയ്തപ്പം കിട്ടിയൊരു ചാനലാണ് ഇതെങ്കിൽ, അങ്ങനെ കിട്ടിയൊരു വീഡിയോ ആണ് ഇതെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഇതുവരെ, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഇത് ബാംഗ്ലൂർ മലയാളി ഗൈഡ് എന്നൊരു ചാനലാണ്. നമ്മൾ ഈ ചാനലിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കന്നഡ വീഡിയോകളാണ്, മലയാളത്തിലൂടെ കന്നഡ പഠിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ കന്നഡക്കാർക്ക് മലയാളം പറഞ്ഞു കൊടുക്കുന്ന വീഡിയോകളുണ്ട്. അപ്പൊ ഈ കന്നഡ, മലയാളം ഇത് രണ്ടിന്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്ന വേറെ രണ്ട് ഭാഷകളാണ് തെലുഗു, ഇംഗ്ലീഷ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗാളിന്റെ ആകെ രണ്ട് വീഡിയോകളേ ഉള്ളൂ. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഞാൻ കൂടുതൽ ചെയ്യണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഈ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് ഇനിയും വീഡിയോകൾ വേണമെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റും ചെയ്യുക. ഓക്കെ, ഞാൻ മറ്റുള്ള ഭാഷാ വീഡിയോകൾക്കൊന്നും നിങ്ങൾ നിർബന്ധമായും ലൈക്ക് ചെയ്യണം ഞാൻ പറയാറില്ല. പക്ഷേ ബംഗാളി വീഡിയോകൾ നിങ്ങൾക്ക് ഇനി തുടർന്ന് വേണമെന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, പിന്നെ കമന്റും ചെയ്യണം. കാരണം എനിക്ക് ആവശ്യത്തിന് പണിയുണ്ട്. കന്നഡ, മലയാളം, തെലുഗു എല്ലാത്തിലും കുറെ വീഡിയോകൾ പെൻഡിംഗ് ഉണ്ട്. കുറച്ചൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട വീഡിയോകൾ, കുറച്ചൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോകൾ, അങ്ങനെ കുറേയൊക്കെ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബംഗാളി വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾ അതിനെ അറിയിക്കണം. ഓക്കെ, ആദ്യം തന്നെ പറഞ്ഞെന്നുള്ളൂ. അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും കേട്ടെന്ന് വരില്ല. കാരണം അവസാനമാകുമ്പോഴത്തേക്കും എല്ലാവരും നിർത്തി പോകാറ് പതിവ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ ബേസിക് ആയ കുറച്ച് വാക്കുകളും പിന്നെ കുറച്ച് സെന്റൻസുകൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നത് ഒരു ചോദ്യവാക്കാണ്, എവിടെ എന്ന് പറഞ്ഞ ചോദ്യവാക്ക്. അത് ബംഗാളിയിൽ പറയുന്നതാണ് കൊതായി. കൊതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ. ആ വാക്കിനൊപ്പം കുറച്ച് സെന്റൻസുകൾ, കുറച്ച് ഉദാഹരണങ്ങളും പറഞ്ഞു തന്നിരുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് രണ്ടാമതൊരു ചോദ്യവാക്കാണ്. ആ ചോദ്യവാക്കാണ് എന്ത്. അപ്പൊ എല്ലാവർക്കും ബംഗാളി ക്ലാസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ ഈ ബംഗാളി എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഭാഷ അറിയപ്പെടുന്നത് ബംഗ്ല എന്നാണ്, ബംഗാളി എന്നല്ല. പക്ഷേ പറയാൻ എളുപ്പത്തിന് ബംഗാളി എന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇത് ബംഗ്ലയാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഷകളിൽ ഒന്നാണ് ബംഗാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ബംഗ്ല എന്ന് പറയുന്നത്. അത് കുറച്ച് ക്ലാസ്സുകളും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ബംഗാളിയിൽ എന്താണെന്ന് ചോദിക്കാനായിട്ട് വളരെ സിമ്പിളായ ഒരു വാക്കാണ്. നമ്മുടെ മലയാളത്തിലെ പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. മലയാളത്തിൽ എന്താണ് എന്ത്, എന്തൊരു, എന്തുകൂട്ട്, എന്തോന്ന്, എന്നതാ, അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. പിന്നെ അതൊക്കെ ഉപയോഗിക്കുന്നതിന് പല കോംപ്ലിക്കേഷൻസും ഉണ്ട്. നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാവാത്തതാണ്. മലയാളികളല്ലാത്തവർ ഈ മലയാളം പഠിക്കുന്ന നേരത്ത് അവർക്ക് മനസ്സിലാകും ഇത് എത്ര കോംപ്ലിക്കേറ്റഡ് ഒരു ഭാഷയാണ് മലയാളം എന്ന്. ഓക്കെ, അപ്പം ബംഗാളിയിൽ എന്തെന്ന് പറയാനായിട്ട് വളരെ സിമ്പിളായ ഒരു വാക്കാണ്, അതാണ് കീ. നിങ്ങൾ ബംഗാളിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബംഗാളികളുടെ ഒപ്പം നിങ്ങൾ കഴിയുകയാണെങ്കിൽ, ബംഗ്ലാ ഭാഷ സംസാരിക്കുന്നവരോടൊപ്പം സമ്പർക്കത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു വാക്കായിരിക്കും ഈ കീ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2022 ഏപ്രിൽ ആദ്യത്തെ ആഴ്ച ഞാൻ ബംഗാളിലോട്ട് ഒന്നുകൂടി പോയിരുന്നു. കൊൽക്കത്ത സിറ്റിയുമായിട്ടുള്ള ഒരു ബന്ധം പുതുക്കാൻ വേണ്ടിയും പിന്നെ എന്റെ കുറച്ച് സ്നേഹിതരെ കാണാൻ വേണ്ടിയും പിന്നെ പഠിച്ച കോളേജൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ പോയതാണ്. 2-3 ദിവസം അവിടെ പോയി ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്ന നേരത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കീ എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുന്ന, എന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്നത് ബംഗാളിയാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നാണ് ഈ കീ എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ബംഗാളികളെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് അവർ തിരിച്ചറിയുകയാണെങ്കിൽ അവർ നേരെ കീ എന്താ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഈ കീ എന്ന് വെച്ചിട്ടുള്ള സെന്റൻസുകൾ എന്ന് പഠിക്കാം. ഓക്കെ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ഹിന്ദിയുമായിട്ട് വളരെയധികം അടുത്തിടുന്ന ഒരു ഭാഷയാണ് ഈ ബംഗാളി എന്ന് പറയുന്നത്. ഹിന്ദി, സംസ്കൃതം, അതുകൊണ്ട് തന്നെ മലയാളം, ഈ 3 ഭാഷകളുമായിട്ട് ബംഗ്ല ഭാഷയ്ക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയും സംസ്കൃതമായിട്ട് ബന്ധമുണ്ട്, മലയാളത്തിന് സംസ്കൃതമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് മലയാളമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പൊ ഹിന്ദിയിൽ ക്യാ എന്ന് പറയുന്ന സംഭവം ഇവിടെ കീ ആണ്. ഓക്കെ, ഇനി എന്ത് വേണം നമുക്ക് അത് വെച്ച് തുടങ്ങാം. നിനക്ക് എന്ത് വേണം അല്ലെങ്കിൽ താങ്കൾക്ക് എന്ത് വേണം, രണ്ടിനും വേറെ വേറെ വാക്കുകളാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും, ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ ഒട്ടുമിക്ക ഭാഷകളിലും ബഹുമാനം കൊടുത്ത് സംസാരിക്കുക, ബഹുമാനം ഇല്ലാതെ സംസാരിക്കുക, അല്ലെങ്കിൽ ബഹുമാനം വേണ്ടാത്ത സാഹചര്യങ്ങളിൽ സംസാരിക്കുക, അത് രണ്ടും വേറെ വേറെ രീതികളാണ്. നിനക്ക് എന്ത് വേണം എന്ന് പറയുന്നത് എങ്ങനെയാണ്, തുമി കി ചാവു. ഓക്കെ, കുറെയൊക്കെ വാക്കുകൾ എൻഡ് ചെയ്യുന്നത്, അവസാനിക്കുന്നത് ഊ എന്ന് പറഞ്ഞ ഒരു അക്ഷരത്തിലാണ്. ഓക്കെ, ഇനി ബഹുമാനം കൊടുത്ത് മുതിർന്നവരോട് ചോദിക്കാനോ അല്ലെങ്കിൽ അപരിചിതരോട് ചോദിക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും റെസ്പെക്ട് കൊടുത്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം, ആപ്നി കി ചാൻ.
അപ്പൊ നമ്മുടെ ആദ്യത്തെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ, നീ, നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ പറഞ്ഞ് എന്ത് മറക്കരുത്. അമി, തുമി, അപ്നി, ആമ്ര, ഷേ, താര, ഏട്ട, ഓട്ട. ഓക്കെ, ഇത്തരം വാക്കുകൾ ശരിക്കും ഓർത്തിരിക്കുക. കാരണം ഞാനത് എപ്പോഴും പറയുന്നതായിരിക്കില്ല, ഞാൻ അത് വെച്ച് ഉദാഹരണങ്ങളെ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നിനക്ക് എന്താണ് വേണ്ടത് പറയാനായിട്ട് തുമി കി ചാവു, താങ്കൾക്ക് എന്താണ് വേണ്ടത് പറയാനായിട്ട് അപ്നി കി ചാൻ. ഓക്കെ, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. അടുത്തത് എന്ത് പറ്റി. ഓക്കെ, എന്ത് പറ്റി എന്ന് പറയുന്നതിനൊപ്പം ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന 2 വാക്കുകളാണ് എന്ത് പറ്റും, എന്ത് പറ്റിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് പറ്റി എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചു എന്നാണല്ലോ വേറൊരു അർത്ഥം വരുന്നത്. അപ്പം എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്ത് പറ്റി, എന്ത് നടക്കും, എന്ത് സംഭവിക്കും, എന്ത് പറ്റും. പിന്നെ മൂന്നാമത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്ത് പറ്റി അത് വെച്ച് തുടങ്ങാം. എന്ത് പറ്റി എന്ന് പറയാനുള്ള വാക്കാണ് കി ഹോലോ. അപ്പം ഹോലോ എന്ന് പറയുന്നത് ശരിക്കും വാട്ട് ഹാപ്പൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ. വാട്ട് ഹാസ് ഹാപ്പൻഡ് പ്രസന്റ് പെർഫെക്റ്റിൽ പറയുകയാണെങ്കിൽ, അതായത് ഇപ്പൊ തന്നെ എന്താണ് പറ്റിയത്, ഇപ്പൊ തന്നെ എന്തോ സംഭവിച്ചു, അതങ്ങനെയാണെങ്കിൽ ആ ഒരു അർത്ഥമാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് കി ഹൊയേച്ചെ. ഓക്കെ, അപ്പം ഇത് രണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും പറയാം. കാരണം ഇന്ത്യൻ ലാംഗ്വേജസിൽ ഈ സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റി അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്താണ് പറ്റിയത്, രണ്ടിനും കൂടിയുള്ള വാക്കുകൾ വേണമെങ്കിൽ മാറി മാറി ഉപയോഗിക്കാം. കി ഹോലോ വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ കി ഹൊയേച്ചെ. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും ഭാവിയിൽ, എന്ത് പറ്റും, എന്ത് നടക്കും എന്ന് ചോദിക്കുന്ന വാക്കാണ് കി ഹോബെ. ഓക്കെ, അപ്പം കി ഹോബെ, കി ഹൊയേച്ചെ. ഇനി ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനായിട്ട് കി ഹോച്ചെ. ഓക്കെ, അപ്പം 3 വാക്കുകൾ കൊണ്ട് പറയാം. കി ഹോലോ അല്ലെങ്കിൽ കി ഹൊയേച്ചെ. ഓക്കെ, കി ഹോലോ അല്ലെങ്കിൽ കി ഹൊയേച്ചെ. രണ്ടാമത് ഞാൻ പറഞ്ഞ് കി ഹോബെ എന്ത് പറ്റും. മൂന്നാമത് കി ഹോച്ചെ. അവിടെ ഹോച്ചെ എന്നാണ്, മറ്റേത് ഹൊയേച്ചെ എന്നാണ്, ഹൊയേച്ചെ. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മുടെ ഈ ഹിന്ദിയിലെ ക്യാ ഹുവ, ക്യാ ഹോഗ, ക്യാ ഹോ രഹാ ഹെ, അവിടെ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അടുത്തത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്താണ് വിശേഷം. വിശേഷം എന്ന് പറയാനായിട്ട് ഹിന്ദിയിൽ ഖബർ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഖൊബോർ എന്നാണ്, ഖൊബോർ. ഈ ബംഗ്ലാ ഭാഷയിൽ കുറെയൊക്കെ ആ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത്, അതായത് സംസ്കൃതത്തിലോ നമ്മുടെ മലയാളത്തിലോ ഹിന്ദിയിലോ ആ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന കുറെയൊക്കെ ഓയിലാണ് അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഓയിലാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് കൊബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അർത്ഥം ന്യൂസ് എന്നാണ്, വാർത്ത. ഓക്കെ, പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വർത്തമാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. കീ കൊബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്താണ് വിശേഷം. ഓക്കെ, അതിന് വേണമെങ്കിൽ ഇനിയും കുറച്ചും കൂടി ഉള്ളോട്ട് പോയി നിന്റെ വിശേഷം എന്തൊക്കെയാണ്, താങ്കളുടെ വിശേഷം എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാം. അതാണ് തൊമാർ കൊബർ കി അല്ലെങ്കിൽ ആപ്നാർ കൊബർ കി. ഓക്കെ, തൊമാർ കൊബർ കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിന്റെ വിശേഷം, ആപ്നാർ കൊബർ കി എന്ന് വെച്ചാൽ താങ്കളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അടുത്തത് ഇതെന്താണ്, അതെന്താണ്. ഓക്കെ, ഇത് അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വളരെ എളുപ്പമായിരിക്കും പറയാനായിട്ട്. എട്ടാ പിന്നെ ഒട്ട. എട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്, ഒട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. അപ്പം എട്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, അല്ലെങ്കിൽ ഒട്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്. നമ്മുടെ ഈ മലയാളത്തിൽ നമുക്ക് ഇതെന്താണ് അല്ലെങ്കിൽ എന്താണ് ഇത് രണ്ടും അങ്ങോട്ട് മാറി ഉപയോഗിക്കാമല്ലോ. അതായത് എന്ത് ഇത്, ഇത് എന്ത്. പക്ഷേ ബംഗാളിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. കീ എട്ട എന്ന് പറയില്ല, എട്ടാക്കി അല്ലെങ്കിൽ ഒട്ടാക്കി. ഓക്കെ, അടുത്തത് എന്താണ് പ്രശ്നം. ഓക്കെ, പ്രശ്നം എന്ന് പറയാനായിട്ട് ഷൊമോഷ്യത എന്നാണ് പറയുന്നത് ബംഗാളിൽ. സമസ്യത എന്നൊക്കെ നമ്മൾ, സമസ്യത ശരിക്കും സംസ്കൃതമാണ്. സമസ്യ എന്ന് പറയുന്ന മറ്റേ ഈ ഹിന്ദിയിൽ പറയുന്ന ഒരു സംഭവമാണിത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഷ എല്ലാത്തിനും കൂടി ആകെ അവർ ഷ എന്ന് ഉപയോഗിക്കുള്ളൂ. ഷ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് അവരുടെ ഒരു അക്ഷരമായുള്ള ഒരു അക്ഷരം എന്ന് പറയുന്നത്. അപ്പം ഷൊമോഷ്യതാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം. ഓക്കെ, അപ്പം ഇനി ഇത്രയും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ഇതിന് ഒന്നുമില്ല എന്ന് പറയുന്ന വാക്കാണ് കീച്ചുന. കീച്ചു എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്തെങ്കിലും എന്നാണ്, എന്തെങ്കിലും, എനിത്തിങ്. ഓക്കെ, നത്തിങ്, ഒന്നുമില്ല എന്ന് പറയാനായിട്ട് കീച്ചുന. ഇനി ഓക്കെ, നിന്റെ പേരെന്താണ്, താങ്കളുടെ പേരെന്താണ്. നമ്മൾ ഇത് ഓൾറെഡി മുൻപ് കവർ ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം 8 മിനിറ്റിൽ 8 ഭാഷകൾ എന്ന് പറഞ്ഞ ആ ഒരു സെഗ്മെന്റിൽ നമ്മൾ കവർ ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ബംഗാളി ക്ലാസിന്റെ ആദ്യത്തെ വീട്ടിൽ നമ്മൾ ഇത് കവർ ചെയ്തായിരുന്നു, ഞാൻ പറഞ്ഞു തന്നിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ വാക്കാണല്ലോ, വാട്ട്. അപ്പം ആ ഒരു വാക്കിന്റെ ഒപ്പം, അതായത് ഈ കീ എന്ന് പറഞ്ഞ വാക്കിന്റെ ഒപ്പം വരുന്ന ഒരു സംഭവമാണല്ലോ എന്താണ് നിന്റെ പേര്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, അത് കാണാത്തവർക്കും കൂടി വേണ്ടി.
നിന്റെ പേരെന്താണ് അല്ലെങ്കിൽ താങ്കളുടെ പേരെന്താണെന്ന് ചോദിക്കാനായിട്ട് തൊമാർ നാം കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പേരെന്താണ്. തൊമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ, നാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിലെ പോലെ തന്നെ പേര്, കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തൊമാർ നാം കി. പിന്നെ താങ്കളുടെ പേരെന്താണെന്ന് ചോദിക്കാനായിട്ട് ആപ്നാർ. ആപ്നാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആപ്നാർ നാം കി എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ പേരെന്താണ്. ഇതിന് ഉത്തരം പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അമാർ നാം അല്ലെങ്കിൽ പിന്നെ അമി എന്ന് പറഞ്ഞ് നമുക്ക് വേണം പറയാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി ഈ എന്ത് എന്ന് പറഞ്ഞ വാക്ക്, അതായത് കീ എന്ന് പറഞ്ഞ വാക്ക് വെച്ച് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് അല്ലെങ്കിൽ ഒരു പദപ്രയോഗങ്ങളുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ആണ് എന്ന് നമ്മൾ പറയുമല്ലോ. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ എന്തെങ്കിലും ആണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കാനായിട്ട് ഈ കീ എന്ന് പറഞ്ഞ വാക്ക് അതിന് നടുവിലായിട്ട് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ബിസിയാണ്, ഓക്കെ, അല്ലെങ്കിൽ അവൻ ബിസിയാണ്, അവൾ ബിസിയാണ്, അവന് എനിക്ക് തിരക്കാണ്. അപ്പൊ അതിനൊക്കെ ഇടയിൽ ആണോ എന്ന് ചോദിക്കാനായിട്ട് ആ കീ എന്ന് പറഞ്ഞ വാക്ക് ഉള്ളിൽ ചേർത്താൽ മതി, നടുവിൽ ചേർത്താൽ മതി. ഇപ്പോ ബിസി അല്ലെങ്കിൽ തിരക്ക് എന്ന് പറഞ്ഞ വാക്കാണ് വ്യസ്തോ. ഹിന്ദിയിൽ വ്യസ്ത് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്യുന്ന നേരത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും അല്ലെ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഫോൺ ചെയ്യുന്ന നേരത്ത് വരുന്നത് ഓക്കെ ദ നമ്പർ യു ആർ കോളിംഗ് ഈസ് കറന്റ്ലി ബിസി എന്ന് പറഞ്ഞു വരുള്ളൂ ഇംഗ്ലീഷിൽ. അത് കുറച്ചും കൂടി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ജിസ് നമ്പർ സെ ആപ് സമ്പർക്ക് കർന ചാഹത്തെ ഹെ വഹ് അഭി വ്യസ്ത് ഹെ. ഓക്കെ, അതിനകത്ത് വരുന്ന ആ വ്യസ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസി എന്നാണ് അർത്ഥം. അപ്പം അതിന്റെ ബംഗാളിയാണ് വ്യസ്തോ. ഓക്കെ, അപ്പം തുമി വ്യസ്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിയാണ്. അവിടെ നമ്മുടെ ഈ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ആണ് അല്ലെങ്കിൽ ഉണ്ട് അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മളങ്ങനെ ഉള്ളിലോട്ട് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. തുമി വ്യസ്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിയാണെന്നാണ് അർത്ഥം, നിങ്ങൾക്ക് തിരക്കാണ്. ഇനി നിങ്ങൾ ബിസിയാണോ എന്ന് ചോദിക്കാനായിട്ട് തുമി കി വ്യസ്തോ എന്ന് പറയണം. അതായത് തുമി വ്യസ്തോ കി എന്ന് അവസാനം ഉപയോഗിക്കാൻ പാടില്ല. ആ കി എന്ന് പറഞ്ഞ ആണോ, എന്ത് എന്ന് പറഞ്ഞ ആ സംഭവം നടുവിൽ ചേർക്കണം. തുമി കി വ്യസ്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിസിയാണോ. അതേപോലെ തന്നെ മറ്റുള്ള ആഡ്ജക്റ്റീവ്സിന്റെ ഒപ്പം നമുക്ക് ഈ കി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാം. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഈ ടയേർഡാണെന്ന് പറയുമല്ലോ, ഭയങ്കര ക്ഷീണമാണ്. ഓക്കെ, ക്ലാന്തോ എന്നാണ് ആ വാക്ക്, ക്ലാന്തോ. അപ്പം തുമി ക്ലാന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഭയങ്കര ടയേർഡാണ്, നിനക്ക് ഭയങ്കര ക്ഷീണമാണ്. അപ്പം തുമി കി ക്ലാന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ടയേർഡാണോ എന്ന് വേണം പറയാം. ഇനി നിങ്ങൾ ആർ യു മാരീഡ്, നിങ്ങൾ വിവാഹിതനാണോ. ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പറയാനായിട്ട്. എളുപ്പമായിരിക്കുമല്ലോ എനിക്കറിയില്ല, കാരണം ഇതിന്റെ ബംഗാളി ഇങ്ങനെയാണ്, തുമി ബിബാഹിതോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹിതനാണ്. ഓക്കെ, അല്ലെങ്കിൽ വിവാഹിതയാണ്. അവിടെ ഒരു ജെൻഡർ ഇഷ്യൂ വരുന്നില്ല. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, ബോത്ത് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ഒരേ തന്നെയാണ് ബിബാഹിതോ. അവിടെ തുമി കി ബിബാഹിതോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാരീഡ് ആണോ, നിങ്ങൾ കല്യാണം കഴിച്ച ഒരാളാണോ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങൾ ആണ് അല്ലെങ്കിൽ താങ്കൾ ആണ് അല്ലെങ്കിൽ താങ്കൾ ഉണ്ട്, അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ കീ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആണ് എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, തുമി അച്ചോ എന്നാണ് പറയുന്നത്. തുമി അച്ചോ എന്ന് വെച്ചാൽ നിങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ താങ്കൾ എന്ന് പറയുന്ന നേരത്ത് ആപ്നി അച്ചേൻ. അപ്പം അതിന്റെ ഉള്ളിൽ നമ്മൾ കീ ചേർത്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാക്യഘടന കിട്ടും. ഇപ്പൊ തുമി കി അച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുണ്ടോ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പം ഒരു ഗെയിം നടക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ ടീമിലുണ്ടോ എന്ന് പറയാനായിട്ട് തുമി ആച്ചോ എന്ന് വെച്ചാൽ നിങ്ങളുണ്ട്. തുമിക്ക് ആച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുണ്ടോ, തുമിക്ക് ആച്ചോ. അല്ലെങ്കിൽ ആപ്നിക്ക് അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുണ്ടോ ഇതിനകത്ത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഈ തുമി അല്ലെങ്കിൽ ആപ്നി എന്ന് പറഞ്ഞതിന് ശേഷം ഏത് ആഡ്ജക്റ്റീവോ ഏത് വെർബോ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് അതിനിടയിൽ നമുക്ക് ഈ കീ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതൊരു ചോദ്യമായി മാറും. ഇപ്പോ വേറൊരു ഉദാഹരണത്തിന് ഇപ്പം യു ആർ ഹാപ്പി അല്ലെങ്കിൽ യു ആർ സാഡ് എന്നൊക്കെ പറയുന്നതിന് ഹാപ്പി അല്ലെങ്കിൽ സന്തോഷമാണ്, നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്ന വാക്കാണ് ഖുഷി എന്ന് പറയുന്നത്. ഖുഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം, ഖുഷി എന്ന് വെച്ചാൽ സന്തോഷവാനാണ്, സന്തോഷവതിയാണ്. ഓക്കെ, അപ്പം തുമി ഖുഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷമുള്ള ഒരാളാണ്, സന്തോഷവാനാണ്, യു ആർ ഹാപ്പി, നിങ്ങൾ ഹാപ്പിയാണ്. തുമിക്ക് ഖുഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ, നിങ്ങൾ സന്തോഷവാനാണോ, സന്തോഷമുള്ള ആളാണോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സാഡ്, ആർ യു സാഡ്, നിങ്ങൾക്ക് ഭയങ്കര ദുഃഖമാണോ എന്ന് ചോദിക്കാനായിട്ട് തുമി ദുഃഖിത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തുമി ദുഃഖിത്തോ എന്ന് പറയുകയാണ്. ശരിക്കും അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. തുമി ദുഃഖിത്തോ, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഭയങ്കര വിഷമാണ്. തുമിക്ക് ദുഃഖിത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഭയങ്കര വിഷമാണോ
എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഓക്കെ, ഇപ്പം നമ്മൾ ഈ തുമി ആപ്നി ഇത് മാത്രമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ. ഇനി അവൻ അല്ലെങ്കിൽ അവൾ. ഓക്കെ, അവൾ ബ്യൂട്ടിഫുൾ ആണോ, അവൾ ഭംഗിയുള്ളതാണോ എന്ന് ചോദിക്കാനായിട്ട് ഭംഗിയുള്ള എന്ന് പറയുന്ന വാക്കാണ് സുന്ദർ. ഓക്കെ, സുന്ദർ എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ സുന്ദരം, സുന്ദരി എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അപ്പം ഷേ എന്ന് പറഞ്ഞ വാക്കാണ് അവനെന്ന് പറയാനും അവളെന്ന് പറയാനും കൂടി ആ ഒറ്റ വാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഷേ കി സുന്ദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ബ്യൂട്ടിഫുൾ ആണ്, അവളെ കാണാൻ ഭംഗിയുണ്ടോ. ഇത് ഇപ്പം അവനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സുന്ദർ എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും ഇറ്റ്സ് ഫോർ ഗേൾസ്, പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അപ്പം പുരുഷന്മാർക്ക് വേണ്ടിയാണ്, ആൺകുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ വേറെ വാക്കാണ്, അത് സുദർശൻ എന്നാണ്, സുദർശൻ. അവിടെയും ശരിക്കും ആദ്യത്തെ ആ ഒരു ഷാ എന്ന് പറയുന്നത് ശരിക്കും ഷായാണ്, ഷാ. രണ്ടാമത്തത് ഷാ, പക്ഷെ സംസാരത്തിൽ എല്ലാം ഷായായിട്ട് നമുക്ക് കേൾക്കത്തുള്ളൂ. അപ്പം ഷേഖ് ഈ സുദർശൻ എന്ന് വെച്ചാൽ അവനെ കാണാൻ നല്ല ഭംഗിയുണ്ടോ, അവൻ ഭംഗിയുള്ളവനാണോ. ഓക്കെ ഓക്കെ ഇനി ഓക്കെ, ഭയങ്കര ദേഷ്യമുള്ളതാണോ എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, രാഗാൻ ബിത്തോ. ഓക്കെ, അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾ, താങ്കൾ, അവൻ, അവൾ, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. തുമിക്ക് രാഗൻ ബിത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയൂ ആംഗ്രി, നിങ്ങൾ ഭയങ്കര ദേഷ്യമാണോ. ആപ്നിക്ക് രാഗൻ ബിത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ഭയങ്കര ദേഷ്യമാണോ, ഭയങ്കര ദേഷ്യത്തിലാണോ. ഷേക്ക് രാഗൻ ബിത്തോ. അപ്പം എങ്ങനെ ഏത് സബ്ജക്റ്റ് വന്നാലും നമുക്ക് ഇത് അങ്ങനെ ഉപയോഗിക്കാം, ഈ ഒരു വാക്യഘടന. ഇപ്പോ വേറൊരു വാക്ക് ലക്കി, ഭയങ്കര ഭാഗ്യമുള്ളതാണ്. ഓക്കെ, ഭാഗ്യമുള്ള ആൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഭാഗ്യവാൻ എന്നാണല്ലോ. ബംഗാളിയിൽ പറയുന്നത് ഭാഗ്യബാൻ എന്നാണ്, ഭാഗ്യബാൻ. ഓക്കെ, അപ്പം തുമിക്ക് ഭാഗ്യബാൻ, നീ ഭയങ്കര ഭാഗ്യമുള്ള ആളാണോ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, തുമിക്ക് ഭാഗ്യബാൻ അല്ലെങ്കിൽ ഷേക്ക് ഭാഗ്യബാൻ, അവൻ ഭയങ്കര ഭാഗ്യമുള്ള ആളാണോ, അവൾ ഭയങ്കര ഭാഗ്യമുള്ള ആളാണോ. ഓക്കെ, അപ്പം അതിനൊന്നും ഈ മലയാളത്തിലുള്ള പോലെ ഭാഗ്യവാൻ, ഭാഗ്യവതി, ദേഷ്യമുള്ളയാൾ, ദേഷ്യമുള്ള സ്ത്രീ, അങ്ങനെ വേറെ വാക്കുകളൊന്നുമില്ല. ഓക്കെ, ആ ഒരു കാര്യത്തിൽ ബംഗാളി കുറച്ച് എളുപ്പമാണ്. ഓക്കെ, നമ്മളപ്പം ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, അവൻ, അവൾ ഇതൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക് ഉപയോഗിക്കാം. ഇത് പിന്നെ അല്ലെങ്കിൽ അത്. ഓക്കെ, ഇത് പുതിയതാണോ, ഇത് പുതിയതാണോ എന്ന് ചോദിക്കാനായിട്ട് ഉള്ള വാക്കാണ് എട്ടാക്കി നോത്തുൻ. നൊത്തുൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത്, നോത്തുൻ. ഓക്കെ, ഈ നൂത്തൻ എന്ന് നമ്മൾ പറയാറില്ല, നൂതനമായ. ഇവിടെ താ എന്ന് പറഞ്ഞ വാക്ക് താ എന്ന് തന്നെ പ്രൊനൗൺസ് ചെയ്യും. നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഈ താക്കി ദാ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നു, അത്രയും വ്യത്യാസമുള്ളൂ. അപ്പം എട്ടാക്കി നോത്തുൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയതാണോ, അല്ലെങ്കിൽ ഒട്ടാക്കി നോത്തുൻ എന്ന് വെച്ചാൽ അത് പുതിയതാണോ. അല്ലെങ്കിൽ ഇനി അടുത്തത് ഇത് നല്ലതാണോ. ഓക്കെ, ഇത് നല്ലതാണോ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ ബാലോ എന്ന് പറഞ്ഞ വാക്ക്, എനിക്ക് ആ വാക്കുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ. അപ്പം എട്ടാ കി ബാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതാണോ, അല്ലെങ്കിൽ ഒട്ടാ കി ബാലോ. പിന്നെ ഇസ് ഇറ്റ് പോസിബിൾ, ഇത് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഇത് സംഭവിക്കുമോ, സംഭവ്യമാണോ. നമ്മുടെ പഴയ മലയാളത്തിലൊരു വാക്കാണ് സംഭവ്യമാണോ എന്ന്. ഓക്കെ, അപ്പം ഈ ബംഗാളിയിൽ ആ വാക്കിങ്ങനെയാണ് ഷംബോബ്. ഓക്കെ, ഷംബോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ ആണോ, സംഭവിക്കുന്നതാണോ, സംഭവിക്കാൻ പറ്റുന്നതാണോ. എട്ടാക്കി ഷംബോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണോ, സംഭവിക്കുന്നതാണോ, സംഭവിക്കാൻ പറ്റുന്നതാണോ. ഓക്കെ, അപ്പൊ അത്രയും മതി. അപ്പം ഞാൻ ഈ വാക്കുകളൊക്കെ പറയാൻ കാരണം ഇതൊക്കെ ഒരു കുറെയൊക്കെ ഉദാഹരണങ്ങളാണ്. നമുക്ക് ഈ ഒരു വാക്യഘടനയിൽ നമുക്ക് ഏത് അഡ്ജക്റ്റീവ് വേണമെങ്കിലും ഏത് ക്രിയ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ ആ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ക്രിയകൾ നമ്മൾ പഠിച്ചിരിക്കണം. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു വാക്യഘടന എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ കീ എന്ന് പറഞ്ഞ വാക്ക് ഇതിനെ നടുവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ വാക്കിന്റെ ഇടയിൽ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാനായിട്ട് ആ കീ എന്ന് പറഞ്ഞ വാക്ക് അതിന്റെ ഇടയിൽ ചേർക്കണം. അവസാനത്തിൽ കൊണ്ടുപോയി ആണോ എന്ന് ചോദിക്കുന്ന പോലെ മലയാളത്തിലെ പോലെ ഒരു വാക്യഘടനയല്ല. പക്ഷെ സിമ്പിൾ ആണ് സംഭവം. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇത് നല്ലതാണോ എന്ന് ചോദിക്കാനായിട്ട് എട്ടാ കീ ബാലോ, എട്ടാ ബാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതാണ്. എട്ടാ കീ ബാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതാണോ, അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, ഇത് നല്ലതല്ല എന്ന് പറയാനായിട്ട് അതിലും സിമ്പിൾ ആണ്, എട്ടാ ബാലോ നാ. ഓക്കെ, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ല എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം അത്രയും സിമ്പിൾ ആണ്. അപ്പം ഇന്ന് നമ്മൾ കീ എന്ന് പറഞ്ഞ
അതായത് എന്ത് എന്ന് പറഞ്ഞ വാക്കിന് ബംഗാളിയിൽ എന്താണോ അത് വെച്ചിട്ട് കുറെ എക്സാമ്പിൾസ് പറയാൻ പഠിച്ചു. ഈ ഒരു ചോദ്യവാക്കിന്റെ കൂടുതൽ എക്സാമ്പിൾസുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറ്റുമെങ്കിൽ അടുത്ത ഞായറാഴ്ച തന്നെ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കമന്റിലൂടെ എന്നെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ബംഗാളി വീഡിയോകൾ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആവും എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.